ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. അത് കേവലം ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രം ആവശ്യമല്ല. വലതുപക്ഷത്തുള്ള ആളുകൾ പോലും ഇടതുപക്ഷം കേരളത്തിൽ തകരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരായി നിലവിലുണ്ട്. പക്ഷെ പയ്യന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഒരു ഇടതുപക്ഷക്കാരനായി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ഇടതുപക്ഷക്കാരന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിൻ്റെ സമീപനമാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രക്തസാക്ഷി ഫണ്ട് അപഹരിക്കാൻ സാധിക്കുക? രക്തസാക്ഷികൾ എന്നത് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ജീവൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ നൽകിയവരുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്ന നിലയിലാണ് രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം സന്നദ്ധമായിട്ടുള്ളത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന ഒരാളെ എങ്ങനെയാണ് ഇടതുപക്ഷക്കാരനായി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി, ഇടതുപക്ഷ നിലപാടുള്ള ഒരാളായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഇടതുപക്ഷത്തെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ മാഫിയ സംഘങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് കുറച്ചു കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാഫിയ സംഘത്തിന്റെ കൈകളിൽ നിന്ന് പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ രക്ഷിച്ചെടുക്കുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ ലക്ഷ്യമായി കാണുകയാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ പയ്യന്നൂർ മണ്ഡലത്തിലുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4.5 കൊല്ലത്തിലധികം പാർട്ടിക്കകത്തുന്നയിച്ച് പരിഹാരം കാണാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് പരസ്യമായി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടി നിർബന്ധിതമായത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, 4 കൊല്ലം മുമ്പ് ഇല്ല, ഞാൻ ഈ പുസ്തകത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയും ഇടതുപക്ഷവുമാണ് പരാജയപ്പെടാൻ പോകുന്നത്. അങ്ങനെ പരാജയപ്പെടേണ്ട ഒന്നല്ല പാർട്ടിയും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത്, ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെതിരായി, ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്.
എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമൊഴുക്കിക്കൊണ്ടുള്ള കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം പിരിച്ച് ആർഭാടം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെലവുകളെല്ലാം വരുന്നതാണ്. അതെന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്.